ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പുളിശ്ശേരിയാണ്. അപ്പോൾ നേന്ത്രപ്പഴം മത്തങ്ങയും ചേർത്തിട്ട് നമ്മൾ വ്യത്യസ്തമായ രുചിയിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ സദ്യകളിലൊക്കെ നേന്ത്രപ്പഴം പുളിശ്ശേരിയാണ് കേട്ടിട്ടുള്ളത്. ഇത് ഞാൻ നേന്ത്രപ്പഴം പുളിശ്ശേരിയുടെ കൂടെ മത്തങ്ങയും കൂടെ ചേർക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ രുചിയിലാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴം നമുക്ക് ഇതുപോലെ കഷ്ണം നുറുക്കി എടുക്കണം. അപ്പോൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മൾ പഴമെല്ലാം ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങയും കൂടെ ഇതുപോലെ നുറുക്കിയെടുക്കണം. അപ്പം നമ്മുടെ മത്തങ്ങയും പഴവും പച്ചമുളകും എല്ലാം ഇവിടെ നുറുക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് കനത്തിൽ വേണം നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം നുറുക്കിയെടുക്കാനായിട്ട്. കഷ്ണമെല്ലാം നുറുക്കിയെടുത്തതിന് ശേഷം ഞാനിത് അടുപ്പത്ത് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചട്ടിയിലോട്ട് 1 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് ഈ നുറുക്കി വെച്ചിരിക്കുന്ന മത്തങ്ങ ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ മത്തങ്ങ എന്തിനാ ആദ്യമേ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പഴത്തിൻ്റെയും മത്തങ്ങയുടെയും വേവ് ഒരുപോലെയല്ല നമുക്ക്. അപ്പം അത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മത്തങ്ങ ആദ്യം ഒന്നിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മത്തങ്ങ കഷ്ണങ്ങൾ ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ഞാനിതാ നുറുക്കി വെച്ചിരിക്കുന്ന പഴം കൂടെ ആ നെയ്യിൽ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പഴം കൂടെ ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിതവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതവിടെ നുറുക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ അതിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിലോട്ട് 2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ, ക്യാമറ ഓണാക്കാൻ മറന്നു പോയതാണേ. അപ്പോൾ പൊടികളെല്ലാം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മളിത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് നമുക്കിതിങ്ങനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 നാളികേരം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വരണം കേട്ടോ. അപ്പം അരപ്പ് തയ്യാറാക്കി വന്നപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പൂൺ വെച്ച് തന്നെ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ സാധാരണ പുളിശ്ശേരിയിൽ ചില നാടുകളിലൊക്കെ നമുക്ക് കഷ്ണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ചിലവരൊക്കെ ഇത് നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളും ഉടച്ചെടുക്കും ചെയ്യും. ഇവിടെ കുറച്ച് കഷ്ണങ്ങൾ ഉടച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് അങ്ങനെ തന്നെ കഷ്ണമായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ഇവിടെ കഷ്ണങ്ങളൊക്കെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. വല്ലാതെ ഒന്നും ഉടച്ചിട്ടില്ല, കുറച്ച് കഷ്ണങ്ങൾ അതിൽ കിടക്കണമുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പുളിശ്ശേരി തയ്യാറാക്കുമ്പോൾ 1 കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്ന പതിവുണ്ട്. ഞാനിവിടെ നേന്ത്രപ്പഴത്തിന് ഒരിത്തിരി മധുരം കൂടിയതുകൊണ്ട് ഞാനിവിടെ ശർക്കരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ പഴത്തിന് മധുരം അധികം ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അരപ്പൊക്കെ അത് അവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതേ മിക്സിയുടെ ജാറിലോട്ട് 1 ബൗള് തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ തൈര് ഇതാ ഞാനിവിടെ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തോണ്ട് വരണം. അപ്പോഴത്തേക്കും നമ്മുടെ അരപ്പൊക്കെ തിളച്ച് ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് തിളപ്പിക്കരുത്. ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അതിനുശേഷം നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വറുത്തിടുന്നുണ്ട്. നേന്ത്രപ്പഴവും മത്തങ്ങയും ഉപയോഗിച്ചിട്ട് നമ്മൾ വ്യത്യസ്തമായ രുചിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള പുളിശ്ശേരി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനൊന്നും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു കുഞ്ഞു വീഡിയോയുമായി കാണാം. താങ്ക്